ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൊള്ളയടി, ഒരു തോക്കോ ബോംബോ ഇല്ലാതെ വെറും ഒരു കഷ്ണം പേപ്പറും ഒരു 10 വയസ്സുകാരൻ കുട്ടിയുടെ ഒപ്പും മാത്രം വെച്ച് നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ കുട്ടി ഒരു രാജാവായിരുന്നു. ആ ഒരൊറ്റ പേപ്പർ കൊണ്ട് നഷ്ടപ്പെട്ടത് വിലമതിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മളിവിടെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ സാധനം ലണ്ടനിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിൻ്റെ പിന്നിൽ ഇരിപ്പുണ്ട്. ഈ ഒരു കഥ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോഹിനൂർ ഡയമണ്ടിനെ കുറിച്ചാണ്. പക്ഷേ ഞാൻ വാക്ക് തരാം, ഇത് നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ബോറടിപ്പിക്കുന്ന ചരിത്രമല്ല. ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഒരു പേർഷ്യൻ രാജാവിൻ്റെ തലപ്പാവിലൂടെ ഒരു ചെറിയ കുട്ടിയുടെ കയ്യിലെത്തി ഒടുവിൽ അത് എങ്ങനെ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ഭാഗമായി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു 300 വർഷം പഴക്കമുള്ള ശാപത്തിൻ്റെ കഥയുമുണ്ട്. ഈ ശാപം ബ്രിട്ടീഷ് റോയൽ ഫാമിലി വരെ ഇപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ അമ്മൂമ്മയുടെയോ മുത്തശ്ശിയുടെയോ ഒക്കെ സ്വർണ്ണമാല ഒന്ന് ആലോചിച്ച് നോക്കൂ. തലമുറകളായി കൈമാറി വന്ന ഒരുപാട് ഓർമ്മകളും ഇമോഷൻസും ഉള്ള മാല. അത് വെറും ഒരു ആഭരണമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇനി ചിന്തിക്കൂ, ആരോ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് അവിടുത്തെ ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ ഒരു പേപ്പർ വെച്ചിട്ട് പറയുന്നു, ഇവിടെ ഒപ്പിട്. പേടിച്ചു വിറച്ച ആ കുട്ടി അവിടെ സൈൻ ചെയ്യുന്നു. ആ മാല എന്നേക്കുമായി ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു. ഇത് തന്നെയാണ് പണ്ട് ഇന്ത്യക്കും സംഭവിച്ചത്. പക്ഷേ അവിടെ ആ മാലയ്ക്ക് പകരം 105 ക്യാരറ്റ് ഡയമണ്ട് ആയിരുന്നു. ആ കുട്ടി ഒരു രാജാവായിരുന്നു, വന്നതോ ലോകം ഭരിച്ച ഒരു എംപയറും. ദിസ് ഇസ് ഇൻ ഏൻഷ്യൻ ഹിസ്റ്ററി, ദിസ് ഇസ് പേഴ്സണൽ. നമ്മുടെ കഥ തുടങ്ങുന്നത് ആന്ധ്രാപ്രദേശിലെ കൊല്ലൂർ മൈൻസിൽ നിന്നാണ്. ആ കാലത്ത് ലോകത്ത് വജ്രങ്ങൾ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം അതായിരുന്നു. ഈ വജ്രം ഭയങ്കര വലുതും പവിത്രവുമായിരുന്നു. ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലായിരുന്നു ഇത് ആദ്യമുണ്ടായിരുന്നത്. പിന്നീട് കാകതീയ ഡൈനാസ്റ്റി, ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ രാജാക്കന്മാർ, അങ്ങനെ പല കൈകൾ മറിഞ്ഞു. 1600കളിൽ ഇത് ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രശസ്തമായ പീകോക്ക് ത്രോണിലെത്തി. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമ്പന്നമായ ഒരു സാമ്രാജ്യത്തിൻ്റെ പ്രധാന ചിഹ്നമായിരുന്നു അത്. അങ്ങനെയിരിക്കെയാണ് 1739 വരുന്നത്. പേർഷ്യയിലെ നാദിർ ഷാ ഡൽഹി ആക്രമിച്ചു. നഗരം മുഴുവൻ കൊള്ളയടിച്ചു. പക്ഷേ മുഗൾ രാജാവ് ഈ വജ്രം തൻ്റെ തലപ്പാവിൽ ഒളിപ്പിച്ചു വെച്ചു. നല്ല ബുദ്ധിയല്ലേ? പക്ഷേ നാദിർ ഷാ അതിലും വലിയ ബുദ്ധിമാനായിരുന്നു. അവനൊരു ട്രിക്ക് പയറ്റി. സൗഹൃദത്തിൻ്റെ പുറത്ത് നമുക്ക് തലപ്പാവുകൾ കൈമാറാം എന്ന് പറഞ്ഞ് മുഗൾ രാജാവിന് മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. തലപ്പാവുകൾ മാറി. അങ്ങനെ വജ്രം ആദ്യമായി അതിർത്തി കടന്നു. നാദിർ ഷാ ആ തലപ്പാവ് അഴിച്ചു നോക്കിയപ്പോൾ ആ വജ്രത്തിൻ്റെ തിളക്കം കണ്ട് അറിയാതെ വിളിച്ചുപോയി, കോഹിനൂർ, അതായത് മൗണ്ടൻ ഓഫ് ലൈറ്റ്. അങ്ങനെയാണ് ഇതിന് ഈ പേര് വരുന്നത്. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. ഒരു പഴയ ഹിന്ദു ഗ്രന്ഥത്തിൽ പറയുന്നത്, ഈ വജ്രം കൈവശം വയ്ക്കുന്നവൻ ലോകം ഭരിക്കും, പക്ഷേ അതിനൊപ്പം എല്ലാ ദുരന്തങ്ങളും അയാൾക്ക് വരും. ദൈവത്തിനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ മാത്രമേ ഇത് സുരക്ഷിതമായി ധരിക്കാൻ പറ്റൂ. നാദിർ ഷാ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇത് കൈവശം വെച്ച എല്ലാ ആൺ രാജാക്കന്മാരും ചതിക്കപ്പെടുകയോ അന്ധരാക്കപ്പെടുകയോ അല്ലെങ്കിൽ ക്രൂരമായി കൊല്ലപ്പെടുകയോ ചെയ്തു. ഇനി 1813 വരാം. പഞ്ചാബിൻ്റെ സിംഹം മഹാരാജ രഞ്ജിത് സിംഗ് ഇത് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം ഇത് കിരീടത്തിലല്ല, തൻ്റെ കയ്യിലാണ് ധരിച്ചിരുന്നത്. ഒരുപക്ഷെ ശാപത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാകാം. അദ്ദേഹം സ്വാഭാവിക മരണമാണ് അടഞ്ഞത്. അതുവരെ വജ്രം സേഫായിരുന്നു. പക്ഷേ 1839 അദ്ദേഹം മരിച്ചതോടെ ബ്രിട്ടീഷുകാർ കളി തുടങ്ങി. അവർ സിഖ് സാമ്രാജ്യത്തിൻ്റെ അവസാന അവകാശിയായ ദുലീപ് സിംഗ് എന്ന 10 വയസ്സുകാരൻ കുട്ടിയുടെ അടുത്തെത്തി. വലിയ സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും ഒടുവിൽ ആ കുട്ടി കോഹിനൂർ വജ്രം വിക്ടോറിയ രാജ്ഞിക്ക് കൈമാറുന്ന കരാറിൽ ഒപ്പുവെച്ചു. ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ കുട്ടി തൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നിധി എഴുതി കൊടുക്കുന്നു. ഇതിനെയാണ് ബ്രിട്ടൻ ലീഗൽ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ആരും പറയാത്ത ഒരു കാര്യമുള്ളത്.
ഇന്ന് കോഹിനൂറിന് വേണ്ടി വാദിക്കുന്നത് ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ബംഗ്ലാദേശ് എന്നിവരെല്ലാം അവകാശവാദവുമായി രംഗത്തുണ്ട്. അതായത് ഈ ഗ്രൂപ്പ് പ്രോജക്റ്റിൽ ഒരു പണിയും ചെയ്യാതെ അവസാനം ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ, അതുപോലെ. പക്ഷേ ഇവിടുത്തെ സമ്മാനം കോടികൾ വിലമതിക്കുന്നതാണ്. ബ്രിട്ടൻ്റെ മറുപടി, ഞങ്ങൾക്ക് ഇത് നിയമപരമായി കിട്ടിയതാണ്. കൊളോണിയൽ പ്രഷർ കാരണം പേടിച്ചു വിറച്ച ഒരു 10 വയസ്സുകാരൻ്റെ ഒപ്പ്, അത് വല്ല ലീഗൽ കോൺട്രാക്റ്റ് ആകുമോ? ഇന്നത്തെ ഏതെങ്കിലും കോടതിയിൽ അത് നിലനിൽക്കുമോ? ഓഫ് കോഴ്സ് നോട്ട്. ഇങ്ങനെ ചിന്തിക്കൂ, ചരിത്രം എപ്പോഴും എഴുതുന്നത് പേന കയ്യിലുള്ളവനാണ്. 200 വർഷം ആ പേന ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ ലോകം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അവൻ എന്തൊക്കെയാണ് മായ്ച്ചു കളഞ്ഞത് എന്ന്. അധികാരമുള്ളവനാണ് എന്താണ് ലീഗൽ എന്ന് തീരുമാനിക്കുന്നത്. 1849 അവർ അത് തീരുമാനിച്ചു. പക്ഷേ അധികാരം എപ്പോഴും ഒരേ കയ്യിലിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഇവിടെ തീരുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു 3 സെക്കൻഡ് മതി. കൂടുതൽ ആളിലേക്ക് ഈ സ്റ്റോറി എത്താൻ ഇത് സഹായിക്കും. ഇത് എൻ്റെ പുതിയ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും എനിക്ക് വലിയൊരു സപ്പോർട്ടാണ്. ഇനി ഈ കഥയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രസകരമായ ഭാഗം ഞാൻ പറയാം. കഴിഞ്ഞ 170 വർഷമായി ബ്രിട്ടീഷ് റോയൽ ഫാമിലിയുടെ കയ്യിലാണ് കോഹിനൂർ ഉള്ളത്. എന്നാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ആ കുടുംബത്തിലെ ഒരൊറ്റ ആൺതരി പോലും ഈ വജ്രം ധരിച്ചിട്ടില്ല. രാജാക്കന്മാർ മാറി മാറി വന്നിട്ടും അത് ആരും തൊട്ടിട്ടില്ല. കിങ് ചാൾസ് ധരിച്ചോ? ഇല്ല. പ്രിൻസ് വില്യം? ഒരിക്കലുമില്ല. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ആരും പറയാത്ത ഒരു നിയമമുള്ളതുപോലെ, നീ ആദ്യം ഇട്ടോ, അളിയ നീ ഇട്ടോ എന്ന് പറയുന്ന പോലെ. ഇന്ത്യയെ ഭരിക്കാനുള്ള തങ്ങളുടെ പവർ കാണിക്കാനാണ് ബ്രിട്ടൻ ഈ വജ്രം കൊണ്ടുപോയത്. പക്ഷേ 170 വർഷമായി ഒരു ഇന്ത്യൻ ശാപം കാരണം ഒരു ബ്രിട്ടീഷ് പുരുഷൻ പോലും ഇത് ധരിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഐ വുഡ് കോൾ ദാറ്റ് എ വിൻ. ഇനി ഈ കാര്യത്തിൽ എൻ്റെ ഒരു ടേക്ക് പറയാം. കോഹിനൂർ ഇന്ത്യയിലേക്ക് തന്നെ തിരികെ വരണം. അത് വെറുമൊരു ചരിത്രത്തിൻ്റെ പ്രശ്നമല്ല, ഒരു രാജ്യത്തിൻ്റെ ധാർമ്മികമായ നീതിയുടെ പ്രശ്നമാണ്. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച വജ്രം കൊട്ടാരത്തിൽ പൂട്ടിവെച്ചിട്ട് ലോകത്ത് ജനാധിപത്യത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും സംസാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ദാറ്റ്സ് എ ബിഗ് കോൺട്രഡിക്ഷൻ. ഗ്രീസ് അവരുടെ പാർത്തനോൺ മാർബിൾസ് തിരികെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇറ്റലിയിൽ നിന്ന് എത്യോപ്യയിലേക്ക് അവരുടെ ആക്സം ഒബിലിസ്ക്സ് തിരിച്ചു കിട്ടി. ഇന്ത്യക്കും വേണ്ടത് വെറുമൊരു വാർത്താ തലക്കെട്ടല്ല, ശക്തമായ ഒരു ഡിപ്ലോമാറ്റിക് പുഷാണ്. പക്ഷേ എനിക്കറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായമാണ്. ബ്രിട്ടൻ കോഹിനൂർ തിരികെ തരണോ? യെസ് ഓർ നോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ. നമുക്ക് അവിടെ ഒരു ചർച്ച തുടങ്ങാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.